ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ചധികം തിരക്കായിരുന്നു വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഡെവിൽ മേ ക്രൈന്റെ എപ്പിസോഡ് 4 ആണ്. പിന്നെ ഗായ്സ്, എപ്പിസോഡിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാനും പിന്നെ മിസ്റ്റർ എക്സ്പ്ലെയിനർ ബീസ്റ്റോട് ചേർന്നതിന് ശേഷം ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഇതിൽ നമ്മൾ എയിം എന്താ വെച്ചാൽ വളരെ കുറഞ്ഞ പ്രൈസിൽ ഭയങ്കര ഹൈ ക്വാളിറ്റി സാധനം, ആനിമേ പ്രൊഡക്ട്സും ആനിമേ ഫിഗേഴ്സും ആനിമേ റിലേറ്റഡ് സാധനങ്ങളെല്ലാം നിങ്ങളുടെ കൈക്കലോട്ട് എത്തിക്കാന്നാണ് നമ്മൾ എയിം. പിന്നെ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും അവരാണ് ഈ ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യണത്. അപ്പം പ്രോഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ കൈക്കിൽ എത്തുന്നവരെ നമ്മളായിട്ട് കോൺടാക്ട് നിങ്ങൾ ബ്രേക്ക് ആവില്ല. വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഡിമൺ സ്ലെയറിന്റെ മാങ്ക കൊടുക്കുന്നത്. ഇഷ്ടംപോലെ മാങ്കാസ് ഇനി സ്റ്റോക്ക് വരാനുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വരുന്നത് അപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാങ്കയും പിന്നെ ആനിമേ റിലേറ്റഡ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ വളരെ ചീപ്പ് പ്രൈസിൽ ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. സോ എല്ലാവരും ആ ഒരു അക്കൗണ്ട് ചെക്കൗട്ട് ചെയ്യാൻ നോക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിന് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അതിൽ മെസ്സേജ് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. So let's strike and throw it. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മറ്റേ ഇഞ്ചോർഡ് ആയിട്ടുള്ള സോൾജേഴ്സിനെ കാണിക്കണം. അപ്പോൾ സോൾജേഴ്സിൽ ഒരാൾ പറയാണ്, നമ്മളെല്ലാവരും ഡീമൺ ഹണ്ടേഴ്സ് അല്ലേ, ഇതൊക്കെ വെറും നിസ്സാര കാര്യമാണ്. അപ്പോൾ ഒരു ലേഡി പറയുന്നുണ്ട്, പക്ഷേ ഇന്ന് ഫൈറ്റർ ഡീമൺസ് ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. ഇന്ന് ഫൈറ്റർ ഡീമൺസ് എല്ലാം ഭയങ്കര ഓവർ പവേർഡ് ആയിരുന്നു. അപ്പം അവിടെയുള്ള ഒന്നിനു ശേഷം പറയുന്നുണ്ട്, പക്ഷേ ഇന്ന് ആ റാബിന്റെ കയ്യിൽ അവനിൽ സോഡും കിട്ടി, പിന്നെ ആംലറ്റും കിട്ടി, പിന്നെ എന്താണ് ആക്ടിവേറ്റ് ചെയ്യാത്ത മറ്റേ ആ ഒരു പോർട്ടൽ. ഇനി ആ റാബിന് എന്തെങ്കിലും സാധനം കൂടെ വേണോ ആ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പിറക്കെന്ന് ആർക്കസ് ഒന്നിനു ശേഷം പറയുന്നുണ്ട്, നമുക്ക് അവനെ പിടിച്ച് തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കളയാം. എല്ലാം റെഡി ആയിക്കോ, എനിക്ക് ട്രാക്കിങ്ങിൽ കിട്ടി, അവൻ അധികം ദൂരെ പോയിട്ടില്ല, പെട്ടെന്ന് തന്നെ പിടിക്കാം എന്ന് ആർക്കസ് പറയണം. എല്ലാവരും റെഡിയായി നിൽക്കാൻ വേണ്ടി പറയാണ് അവള്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ റാബിന്റെ കയ്യിൽ നിന്നും അറ്റാക്ക് കിട്ടിയ മറ്റേ ആൻഡ്രസോടുണ്ട്. ആൻഡ്രസിന് ചെറിയ ഇഞ്ചുറി ഇപ്പം കയ്യിൽ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആൻഡ്രസിന്റെ അടുത്ത് ആർക്കസ് പോയതിനു ശേഷം പറയുന്നുണ്ട്, ഫസ്റ്റ് നിന്റെ ടീമിൽ വന്നപ്പം എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, നീ ഇനി ട്രൈഡർ വല്ലായിരിക്കുന്നു. പക്ഷേ അല്ല, നീ ആണെങ്കിൽ ഇന്ന് മോയലിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫേസ് ടു ഫേസ് കോമ്പാക്ട് ചെയ്യാൻ നോക്കി. സോ എനിക്ക് നിന്റെ മോളിൽ നല്ല വിശ്വാസമുണ്ട്. ശരി, ഇന്ന് നിനക്ക് ഇനി അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ ആർക്കസ് അവനെ വിളിക്കുമ്പോൾ പിറകെന്ന് ഒരാൾ ഒന്നിനു ശേഷം പറയുന്നുണ്ട്, ഇല്ല മാഡം, അവൻ റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ നിങ്ങളെ കൂടെ വരാം. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആവും എന്ന് പറഞ്ഞ് ആർക്കസോടെ പോകുമ്പോഴാണ് ആ വന്ന ആള് ആൻഡ്രോസിന്റെ ഫ്രണ്ടിൽ മാത്രം അവനെ മോൻ കാണിക്കുന്ന. ആ വന്ന ആൾ ആരാന്ന് വെച്ചാൽ മറ്റേ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റേ ഡീമണാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഡാൻഡേനെയും പിന്നെ മറ്റേ ബ്രോക്കനെയും കാണിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇവര് മറ്റേ മുയലിന്റെ കൺട്രോളിലാണ്. അവന്റെ കൺട്രോളിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഇവരെ പ്ലെയിനിലോട്ട് കയറ്റുന്നുണ്ട്. അപ്പൊ ഡാൻഡേന്റെ മനസ്സിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നടക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം കാണിക്കുക. ഡാൻഡേ ചെറുപ്പത്തിലുള്ള കാര്യമാണ്. ഇപ്പൊ അവന്റെ അമ്മ അവന് നെക്ലസ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് അവന്റെ ബ്രദർ അടി ഉണ്ടാക്കുകയാണ്. എന്താണ് അമ്മ, അവന് മാത്രം നെക്ലസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ അമ്മ അവനോട് ഒരു നെക്ലസ് കൊടുക്കുന്നുണ്ട്. അവന്റെ അമ്മ അവിടുന്ന് പോകുമ്പോൾ തന്നെ അവരുണ്ട് തമ്മിൽ അടി ഉണ്ടാക്കിയാണ്. എന്താന്ന് വെച്ചാൽ എന്റെ നെക്ലസ് ആണ് ഭംഗി, അല്ല എന്റെ നെക്ലസ് ആണ് ഭംഗി എന്ന് പറഞ്ഞ് തർക്കിച്ച് അടി ഉണ്ടാക്കിയാണ്. പെട്ടെന്ന് തന്നെ അവൻ അമ്മ വന്നതിന് ശേഷം അടി നിർത്തുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഡാൻഡേ പിന്നെ ഡാൻഡേന്റെ ബ്രദറിനും തമ്മിൽ ഭയങ്കര അടിയാണ്. അവിടുന്ന് കട്ട് ഡാൻഡേ കിടക്കുമ്പോൾ ഡാൻഡേ പറയുന്നുണ്ട് അവന്റെ അമ്മയടുത്ത്, അമ്മേ എന്റെ അച്ഛനെ പറ്റി ഒരു കഥ പറയാമോ. അപ്പൊ ഡാൻഡേന്റെ അമ്മ കഥ പറയാൻ വരുന്ന പോലെ കാണിച്ചതിന് ശേഷം അവ കണ്ണടച്ച് കണ്ണു തുറക്കുമ്പോൾ മറ്റേ റാബിറ്റ് പറയണ, എടാ സ്പാർട്ടന്റെ ഒരേ ഒരു മോനെ എന്ന് പറഞ്ഞ കാര്യം ഡാൻഡേന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. പെട്ടെന്ന് ഡാൻഡേ കണ്ണുറക്കുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്ത് ബ്രോക്കർ ഇരിപ്പുണ്ട്. ഓടാ നീ കണ്ണുറന്നോ ഡാൻഡേ എന്ന് പറഞ്ഞ ബ്രോക്കർ പറയാണ്, എടാ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, നമ്മളെല്ലാം പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴാണ് ആ പ്ലെയിൻ മൊത്തം കുറെ ആൾക്കാരെ പിടിച്ചിരിക്കുന്ന അതിൽ വൈസ് പ്രസിഡന്റ് വരെ ഉണ്ട്. അപ്പോഴിവിടെ 2 മോൺസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ മോൺസ്റ്റേഴ്സ് നേരത്തെ തന്നെ ഡാൻഡേന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിച്ചവരാണ്. അപ്പോൾ ഇവരൊന്നതിന് ശേഷം ഡാൻഡേ അടുത്ത് പറയുന്നുണ്ട്, നമ്മളെ ബോസ് ഇതിന്റെ അടുത്ത് ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഡിസ്ക് അവനടുത്ത് കാണിച്ചതിന് ശേഷം ആ ഡിസ്ക് അവരുടെ ഡ്രൈവർ ഇടാൻ നോക്കുമ്പോൾ പക്ഷെ പറ്റുന്നില്ല അവർക്ക്. കാരണം ആ മോൺസ്റ്റേഴ്സ് ആ സീരിയലത്തെ ബോക്സ് ഉൾപ്പെടെ ചേർത്തിട്ടാണ് ആ ഡ്രൈവിൽ ഇടാൻ നോക്കുന്നത്. ആ സമയം നോക്കി വൈസ് പ്രസിഡന്റ് ഡാൻഡേന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഡാൻഡേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ, നീ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ, കാര്യം അത്ര വലിയ എക്സ്പ്ലോഷന്റെ തല നടന്നിട്ട് പോലും നീ ഇപ്പൊ സർവൈവ് ചെയ്തിരിക്കുകയാണ്, അതിനർത്ഥം നീ സ്പെഷ്യലാണ് എന്ന് ഡാൻഡേന്റെ അടുത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട്. അപ്പോഴേ ബ്രോക്കർ പറയുന്നുണ്ട്, അണ്ണ നിങ്ങളൊരു വൈസ് പ്രസിഡന്റ് ആണ്, നിങ്ങളവരെ പിടിച്ചോട്ട് കൊണ്ടുവരുമെങ്കിൽ നമ്മളെല്ലാം എല്ലാവർക്ക് സർവ്വസാധാരണമാണ് എന്ന് ബ്രോക്കർ പറയുന്നുണ്ട്. അപ്പൊ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ മരിക്കില്ല, കാര്യം ദൈവം അത് അലോ ചെയ്തില്ല, കാര്യം ഓരോ ജന്മത്തിനും ഓരോ പിറവിനും ഓരോ നിയോഗമുണ്ട്, ആ ഒരു നിയോഗം അഥവാ ആ ഒരു പർപ്പസ് അത് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു മനുഷ്യനും ഒരു ജീവനും എടുക്കില്ല ദൈവം, അത്രയ്ക്ക് കോൺഫിഡന്റഡ് ആണ് ഞാൻ, ഇവിടെ ഞാൻ മരിക്കില്ല എന്ന് വൈസ് പ്രസിഡന്റ് പറയുമ്പോൾ തന്നെ അവിടെ മറ്റേ DVD പ്ലെയർ ഓൺ ആവുകയാണ്. ഹലോ വണക്കം വണക്കം, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു, പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കാൻ പോവുകയാണ് എന്ന് പറയണം. വരുമ്പോ തന്നെ ചിലപ്പം സ്പാർട്ടനെ മോൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ രക്ഷിക്കാൻ പറ്റും എന്ന് മുയൽ പറയാണ്. അപ്പൊ ബ്രോക്കർ പറയാണ്, എന്ത് സ്പാർട്ടനെ മോനോ എന്ന് മോനെ ഡാൻഡേ നോക്കുന്നുണ്ട്. അവിടുന്ന് കാട്ടിയ ഡാർക്കോം അതോ മറ്റേ സോൾജേഴ്സിനെ കാണിക്കുകയാണ്. ആർക്കസിന്റെ കയ്യിലുള്ള ട്രാക്കർ വഴി ആ ഒരു ആക്ടിവേറ്റർ അത് ഇവിടെയാണെന്ന് പറയാണ്. എന്നും പറഞ്ഞ ആ ബിൽഡിംഗിൽ അവരൊക്കെ കയറുമ്പോൾ തന്നെ അവിടുത്തെ ഡോസ് ഒക്കെ ക്ലോസ് ആവുകയാണ്. പെട്ടെന്ന് റാബിറ്റ് അവിടുത്തെ ഒരു മൈക്ക്
അത്യാവശ്യം പറയുന്നുണ്ട് ഹലോ മൈക്ക് ചെക്കിംഗ് ഹലോ. പിന്നെ എല്ലാവർക്കും ഈ ബിൽഡിംഗിൽ താമസിക്കുന്ന ആൾക്കാരെ ഇത് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഡാർക്ക് ഹോം എന്ന് പറയുന്ന ചില ആൾക്കാർ കയറിയിട്ടുണ്ട്. അവർക്ക് സോഫ്റ്റ് കോർണർ കാണിച്ച് നിങ്ങൾ രക്ഷിക്കാൻ വരെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ കൊല്ലുന്നതായിരിക്കും എന്ന് റാബിറ്റ് പറയുമ്പോൾ തന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിന് സോൾജേഴ്സ് എല്ലാം പേടിച്ചതിന് ശേഷം അവരെ ക്വാർട്ടേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സിഗ്നൽ കട്ടാവുകയാണ്. അങ്ങനെ അവർ എന്തിനു റെഡി ആയിട്ട് ഫ്രണ്ടിൽ നടന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകെ നിന്ന് ഒരു ഡീമൺ വന്നതിന് ശേഷം അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരു ലേഡി സോൾജറിന്റെ ദേഹത്തൂടെ വയറ്റിൽ കൂടെ ഒരു കത്തി കുത്തിയിറക്കി ആ ഒരു ലേഡിയെ കൊല്ലുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച് ആ സോൾജേഴ്സ് ഒക്കെ ജസ്റ്റ് വേറെ നിൽക്കുമ്പോൾ തന്നെ അവിടെ വേറൊരു പെണ്ണായിട്ടുള്ള ഒരു ഡീമണോട് വരുന്നുണ്ട്. ആ ഡീമൺ വന്നതിന് ശേഷം അടയ്ക്കുന്ന എല്ലാവരും ചന്നം പിന്നം കൊല്ലുകയാണ്. അതിന് അവിടെയുള്ള എല്ലാ സോൾജേഴ്സും മരിക്കുകയാണ്. അതിന് ആർക്കസ് മാത്രം വേറെ വഴിയില്ലാതെ അവിടെ ലിഫ്റ്റിൽ കയറി എസ്കേപ്പ് ആവുകയാണ്. അതിന് ആർക്കസ് ആണെങ്കിൽ ആ ലിഫ്റ്റിൽ മോളിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ട്രോമ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അവളുടെ ടീംമേറ്റ്സ് ഒക്കെ അവളെ കണ്ണിന്റെ ഫ്രണ്ട് വെച്ച് മരിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അവൾ മോളിൽ പോയതിനു ശേഷം ഒരു ഫ്ലോർ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ എന്തോ ഒരു വയലറ്റ് കളറുള്ള ഗ്യാസ് അവളുടെ മുഖത്ത് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ തന്നെ അവൾ എന്തൊക്കെയോ പോലെ ആവുകയാണ്. അവിടെ നിന്ന് കട്ടിയത് മറ്റേ പ്ലെയിനിലത്തെ സീക്വൻസ് കാണിക്കുകയാണ്. അപ്പോൾ പ്ലെയിനിലാണെങ്കിൽ ആ റാബിറ്റ് ഡാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നിനക്കിപ്പോൾ മനസ്സിലായി കാണും നിന്റെ അച്ഛന്റെ പേര് സ്പാർട്ട എന്നാണ്. സ്പാർട്ട ഒരു ഡീമൺ ആണ്. അവൻ ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണും നീ ഒരു പാതി ഡീമൺ ആണ്. കാര്യം നിന്റെ അച്ഛനൊരു ഡീമൺ ആയിരുന്നു. പിന്നെ അവൻ ഈ ലോകത്ത് ഒരു വലിയ ഹീറോ ആണ്. ഇത്ര വലിയ ലോകത്തില് നിന്റെ അച്ഛൻ കാരണം നമ്മളെ ലോകം നശിച്ചു പോയി, കുഴപ്പമില്ല, ഇനി റിക്കവർ ആയാലോ എന്ന് പറഞ്ഞ മറ്റേ സ്റ്റോൺ കാണിക്കുകയാണ് റാബിറ്റ്. ശരി മെയിൻ ടോപ്പിക്കിലോട്ട് വരാം. പിന്നെ ഈ ഒരു പ്ലെയിനിലുണ്ടല്ലോ ഒരു ബോംബ് സെറ്റ് ആയിട്ടുണ്ട്. ഒന്നല്ല കുറച്ചധികം. ആ ബോംബ് കുറച്ച് സമയത്തുള്ളിൽ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അതിനെല്ലാവരും മരിക്കുന്നതായിരിക്കും. അതിനാർക്കും മരിക്കണ്ടെങ്കിൽ സ്പാർട്ടന്റെ മോനുണ്ടല്ലോ അവനാണെങ്കിൽ അവന്റെ ഡെവിൽ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാവരും രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ അവിടെ എൻഡ് ആവുകയാണ്. അപ്പൊ ഡാൻഡി പറയുന്നുണ്ട്, എന്ത് സ്പാർട്ടന്റെ മോനോ എന്ത് പൊട്ടത്തരവും പറഞ്ഞിട്ട് പോയത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബ്രോക്കർ പറയുന്നുണ്ട്, അതെടാ നീ സ്പാർട്ടന്റെ മോന് തന്നെ എന്ന് പറയുമ്പോൾ തന്നെ വൈസ് പ്രസിഡന്റും പറയുന്നുണ്ട്, അവൻ പറഞ്ഞ കറക്റ്റ് ആണ്, നീ സ്പാർട്ടന്റെ മോൻ തന്നെ. കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 23 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവൻ നമ്മളെ കൂടെ ആയിരുന്നു. അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ അച്ഛൻ 23 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണെന്ന് എന്ന് പറയുമ്പോൾ തന്നെ മറ്റേ ആ ഒരു ബ്രോക്കർ പറയാണ്, എടാ അതെന്തോ ആയി പൊക്കോട്ടെ, ഇപ്പൊ നീ നമ്മളെ രക്ഷിക്കുന്നതിന് ഡെവിൽ ട്രിഗർ നീ ആക്ടിവേറ്റ് എന്ന് പറയാണ്. അപ്പൊ തന്നെ മറ്റേ 2 ഡീമൺസ് വന്നതിന് ശേഷം അവൻ്റെ അടുത്ത് പറയാണ്, എടാ ഡാൻഡേ നമ്മളൊരു കാര്യം കാട്ടിലോടാ, ചെറുപ്പത്തില് നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അനിയനും പിന്നെ നിന്റെ അമ്മയും ഒരുമിച്ച് മരിച്ചല്ലോ, സത്യമാണോ? അന്ന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അന്ന് ആ ഗ്ലാസിന്റെ അപ്പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, പൊട്ടനാടാ നീ എന്ന് പറഞ്ഞ ശമന ചൊറിയാണ് ഇവര്. അതെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് ഞാൻ എല്ലാം ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു സ്കാർക്ക് ഹീൽ ആവുകയാണ് ഡാൻഡേന്റെ. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആർക്കസിനെ കാണിക്കണം. ഇപ്പൊ ആർക്കസ് വേറെ ഫ്ലോർ വരുമ്പോൾ മറ്റേ ആ ഒരു ഗ്യാസ് പോയിസൺ ഗ്യാസ് കാരണം മനസ്സിൽ കുറെ ട്രൊമാറ്റിക്കൽ ആയിട്ടുള്ള ഇല്യൂഷൻസ് വരികയാണ്. അതിനുശേഷം അവളെ കൺമുമ്പി വെച്ച് മരിച്ച ടീമേറ്റ്സ് ഒക്കെ വരികയാണ്. എന്നിട്ട് അവളെ ബ്ലെയിം ചെയ്യുകയാണ്, നീ കാരണം നമ്മളൊക്കെ മരിച്ചത്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്തെങ്കിലും ചെയ്യാനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൾക്ക് പേടിയും പിന്നെ എന്തൊക്കെയോ പോലെ ആവുകയാണ് എന്ന് പറഞ്ഞ് അവൾ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഡീമൺ അവൾ അറ്റാക്ക് ചെയ്യണം. അവൾ ആദ്യം വിചാരിച്ചത് അതും ഒരു സ്വപ്നമായിരിക്കുന്നു, പക്ഷേ അതൊരു ഒറിജിനൽ ഡീമൺ ആയിരുന്നു. അതിന് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഡീമൺ കൺമുമ്പിൽ നിന്നും. പെട്ടെന്ന് ആർക്കസ് ഒരു ഡോറിന്റെ ഫ്രണ്ടിൽ പോയതിനു ശേഷം ഗൺ എയിം ചെയ്ത് വെടിവെക്കുകയാണ്. അപ്പൊ തന്നെ ഒരാൾ വെളിയിൽ വന്നതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്ന് പോകും, നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൊല്ലുന്നതായിരിക്കും. അപ്പൊ ആർക്കസ് പറയണം, കുറച്ച് നേരത്തേക്ക് മാത്രം പ്ലീസ്, എന്റെ കൂടുതൽ ആൾക്കാരൊക്കെ എന്റെ ടീമേറ്റ്സ് ഒക്കെ മരിച്ചുപോയി, എന്റെ പിറകെ ഒരു ഡീമൺ ഫോളോ ചെയ്യുന്നുണ്ട്, പ്ലീസ് കുറച്ച് നേരത്തേക്ക് മാത്രം എന്നെ രക്ഷിക്കാന്ന് പറയാണ്. അപ്പോഴാള് വേറെ വഴിയില്ലാതെ ആ വീടിന്റെ ഡോർ തുറന്നു കൊടുക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അയാളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് അവളെ തപ്പാൻ വേണ്ടി. അവിടെ മോൺസ്റ്റർ വന്നതിന് ശേഷം അവിടുത്തെ കബോർഡും റാക്കും ഒക്കെ പൊളിച്ചതിന് ശേഷം അവിടെ ആരും ഇല്ലെന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു ഡീമൺ അവിടെ നിന്ന് പോയപ്പോ തന്നെ അയാൾ വന്നതിന് ശേഷം അവളുടെ അടുത്ത് പറയാണ്, നോക്ക് മാഡം ആ ഡീമൺ ഇപ്പൊ പോയിരിക്കുകയാണ്, ഇനി നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന, അയാൾ ഒരു ഡീമൺ ആയിരുന്നു. ഇത് കണ്ട് ആർക്കസ് അപ്പൊ തന്നെ ആ പിസ്റ്റലെടുത്ത് അവന് നേരെ എയിം ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് കട്ടിട്ട് പ്ലെയിനിലത്തെ കാര്യങ്ങൾ കാണിക്കുകയാണ്. ഇപ്പൊ ഡാൻഡെ ആണെങ്കിൽ ആ ഡീമൺസിനെ അടി കൊണ്ട് തളർന്നിരിക്കുകയാണ്. ഇപ്പൊ ഡാൻഡേനെ ആണെങ്കിൽ ആ ഡീമൺസ് നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അവർ ചൊറിയുകയാണ്. അവരെ പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ച് അവനെ തളർത്താൻ നോക്കുകയാണ്. ചെറുപ്പത്തിൽ നിന്റെ വീട്ടിൽ നിനക്ക് രക്ഷിക്കാൻ പോലും പറ്റില്ലല്ലേ, അത്രയ്ക്ക് പൊട്ടനാണ്, നിന്റെ കൺമുമ്പിൽ കണ്ടാ അവർ മരിച്ചത് എന്നും പറഞ്ഞ് അവനെ ഡ്രമാറ്റിക്കലി അവനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഡീമൺസ് ഡാൻഡയുടെ ദേഹത്ത് ഒരു വലിയൊരു മുറിവ് വരുത്തി അവരെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അതിനെ ഡാൻഡ് ഡിഫീറ്റ് താഴെ കിടക്കുമ്പോൾ അവിടേക്ക് ഒരു ലേഡി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ കാട്ടി ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഡാൻഡ് അവന്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്റെ അച്ഛൻ എങ്ങനത്തെ ഒരാളായിരുന്നു? അപ്പോഴാണെങ്കിൽ അവന്റെ അമ്മ പറയുന്നുണ്ട്, മോനെ നിന്റെ അച്ഛനാണെങ്കിൽ ഒരു വേരിയർ ആയിരുന്നു, ഈ ലോകത്തെ രക്ഷിച്ച ഒരു വലിയൊരു മഹത്ത് വ്യക്തിയായിരുന്നു, അവനൊരു വലിയൊരാളാണ് എന്ന് പറയാണ് അവന്റെ അമ്മ അവന്റെ അച്ഛനെ പറ്റി. എന്ന് പറയുമ്പോൾ തന്നെ ഡാൻഡിന്റെ കൈയൊക്കെ ട്രാൻസ്ഫോം ആയതിനു ശേഷം അവന്റെ ഫേസ് കവറിന് ശേഷം ഒരു ഹാഫ് ഡീമൺ പോലെ ആവുകയാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോഴേ ഡാൻഡ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അപ്പം ഞാൻ ആ സ്പാർട്ടന്റെ മോൻ തന്നെയാണല്ലേ, അപ്പൊ ഇതാണ് ഒരു ഡെവിൽ ട്രിഗർ. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരു മോൺസ്റ്റർ ആണെങ്കിൽ അവിടെ ഒരു വലിയ സോഡ് വെച്ച് ഡാൻഡയ്ക്ക് നേരെ അറ്റാച്ച് ചെയ്യണം. ഡാൻഡെ ആണെങ്കിൽ ആ സോഡ് കൈക്കലാക്കിയതിനു ശേഷം ആ ഇരിക്കുന്ന മോൺസ്റ്ററിന്റെ കൈ വെട്ടിക്കണം. ആ മോൺസ്റ്റർ കൊണ്ടുവന്ന് ആ സോഡ് വെച്ച് തന്നെ ആ ഒരു ഡീമൺ വയറ്റിൽ കുത്തി ആ ഒരു ഡീമണിന്റെ റൂട്ടിൽ കൊല്ലുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആർക്കസിനെ കാണിക്കണം. ഇപ്പൊ ആർക്കസ് ആണെങ്കിൽ മറ്റേ ഒരു പോയിസൺ സൈഡ് എഫക്റ്റ് കൊണ്ട് തന്നെ അവിടേക്ക്
ആ ഒരു ഡീമൺസിനെയൊക്കെ ഡേഞ്ചറസ് ഡീമൺസ് ആക്കി കാണുകയാണ്. അപ്പോഴാണെങ്കിൽ അവിടേക്ക് ഒരാൾ പറയുന്നുണ്ട്, നോക്ക് നമ്മൾ ഷൂട്ട് ചെയ്യില്ല, നീ വിചാരിക്കുന്ന ഡീമൺസ് അല്ല, നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നിന്നെ രക്ഷിച്ചതല്ലേ എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ആ ഒരു ഡീമന്റെ ഭാര്യ പറയുന്നത്, നോക്ക് അവളുടെ കണ്ണിൽ നമ്മളൊക്കെ മറ്റേ ഡേഞ്ചറസ് ഡീമൺസ് ആണ്, നോക്ക് നീ വിചാരിക്കുന്ന ഡീമൺ അല്ല നമ്മൾ. അപ്പോഴാണെങ്കിൽ ആർക്കസ് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബിൽഡിംഗിൽ താമസിക്കുന്നത്? അപ്പോഴാണെങ്കിൽ ആർക്കസിനോട് ആ ഡീമൺ പറയാണ്, അത് പിന്നെ ആ റാപ്പിനെ കൊണ്ട് മാത്രമേ നരകത്തിലോട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ, ആ റാപ്പിനെ കൊണ്ട് മാത്രമേ ആ നരകത്തിലോട്ടുള്ള പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ലാതെയാണ് നമ്മൾ ഈ ബിൽഡിംഗിൽ താമസിക്കുന്നത് എന്ന് ആർക്കസിനോട് ആ ഡീമൺ പറയാണ്. ഒരു വർഷം മുമ്പാണ് നമ്മൾ ഈ ലോകത്തോട്ട് വന്നത്. എന്താണ് ഈ ലോകത്തോട്ട് വന്നതെന്ന് വെച്ചാൽ നരകത്തിലാണെങ്കിൽ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് എത്തിക്കഴിഞ്ഞു. എന്താന്ന് വെച്ചാൽ നരകത്തിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡീമൺസിന് മാത്രമേ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയിലോട്ട് എത്തി, കൊച്ചു പിള്ളേർക്കൊന്നും അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ റാബിറ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, ഒരു മിഷൻ കാണിച്ച ശേഷം പറഞ്ഞു, ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് വേറൊരു ലോകത്തോട്ട് നമ്മൾ എത്തിച്ചേരാം, ആ ലോകത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്ന് റാബിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ആ പോർട്ടൽ വഴി ഈ ലോകത്തോട്ട് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ ലോകത്തുള്ളവരൊക്കെ വെറുക്കുന്ന നമ്മളെയാണ്, ഡീമൺസിനെയാണ്. നമ്മൾ തിരിച്ച് റാബിന്റെ അടുത്ത് പോയ ശേഷം പറഞ്ഞു, നമുക്ക് നമ്മൾ തിരിച്ച് നമ്മളെ ലോകത്തോട്ട് തന്നെ പോകണം. അപ്പൊ റാബിറ്റ് പറഞ്ഞു, ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി പറഞ്ഞു, അവന് പറ്റുമ്പോൾ നമ്മളെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആർക്കസ് പറയാണ്, ഓക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കൊന്നും പറ്റില്ല, പിന്നെ ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വന്ന് കാണും, നമ്മളെല്ലാം ചേർന്നതിന് ശേഷം മറ്റേ മുയലിനെ വേട്ടയാടാൻ പോവുകയാണ്, ഇപ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ആർക്കസ് അവിടെ നിന്ന് ഓടി പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പ്ലെയിനിലത്തെ സീക്വൻസ് കാണിക്കണം. പ്ലെയിനിലാണെങ്കിൽ നമ്മളെ ഹീറോ പഴയ ഫോമിലോട്ട് വരികയാണ്. അപ്പോഴാണെങ്കിൽ മറ്റേ മരിച്ച ഡീമന്റെ ബ്രദർ പറയാണ്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ബ്രദറിനെ കൊല്ലുകൂടാ, ഞാൻ മറ്റേ ഡീമനെ പോലെ വളരെ എളിമുള്ള ഡീമണല്ല, ഞാൻ ഭയങ്കര ബ്രൂട്ടിലാണ് എന്ന് പറഞ്ഞ ശേഷം അവിടേക്കുന്ന എല്ലാ ബോംബും പൊട്ടിത്തെറിപ്പിക്കുകയാണ് ഡീമണ്. അപ്പൊ തന്നെ ആ പ്ലെയിൻ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ തന്നെ ഹീറോ ഉൾപ്പെടെ അവിടേക്കുന്ന എല്ലാ പാസഞ്ചേഴ്സും ആ ഒരു പ്ലെയിൻ വെട്ടി വെളിയോട്ട് വരികയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 4 എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഞങ്ങളുടെ ഡെവിൽ മേ ക്രൈനെ മലയാളം എക്സ്പ്രഷൻ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എപ്പിസോഡ് എങ്ങനെയുണ്ടായത് താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ ഗൈസ്, എന്റെ മറ്റേ ഓൺലൈൻ അക്കൗണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പൊ പറ്റുന്നവർക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. സോ നാളെ എപ്പിസോഡ് 5 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലക്സ് പെന സൈനിങ് ഔട്ട്.